യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 26-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുന്നു. നിശബ്ദ ശബ്ദത്തിലൂടെ ദൈവസന്നിധിയിൽ ഉയരുന്ന നിലവിളികളുണ്ട്. ഈ നോമ്പുകാലത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവസന്നിധിയിൽ ഉയരട്ടെ. എൻ്റെ നവീകരണ കാലഘട്ടങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ശുശ്രൂഷയുണ്ടായിരുന്നു. ഷാലോം പബ്ലിക്കേഷൻ ഇറക്കുന്ന തുറക്കാത്ത കണ്ണുകൾക്ക് തുറന്ന പുസ്തകം എന്ന പുസ്തകം ഞാൻ മക്കളില്ലാത്ത ദമ്പതികൾക്ക് നൽകുമായിരുന്നു. അവരെ വാങ്ങി പ്രചരിപ്പിക്കാൻ പറയുമായിരുന്നു. എന്തിൻ്റെയൊക്കെയോ പാപഭാരത്താല് കത്രികയാലും മറ്റും ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന കുഞ്ഞു കുട്ടികളുടെ ശരീരങ്ങൾ ഈ നോമ്പുകാലത്തിൽ ചാട്ടവാറടികളാലും ആണിപ്പിണരുകളാലും കുന്നത്താലും മുറിയപ്പെട്ട ബലിയർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ തിരുശരീരത്തോടൊപ്പം ചേർത്ത് നമുക്കും നിശബ്ദരായി ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന കുഞ്ഞുമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ശബ്ദമായി ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഉയരട്ടെ. നിലവിളി കേൾക്കുന്നവനാണ് കർത്താവ്. അവൻ ഈ കുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേൾക്കുക തന്നെ ചെയ്യും. ഈ നോമ്പുകാലത്ത് ഇന്നേ ദിവസം നമുക്ക് ആ ഭ്രൂണഹത്യ ഇല്ലാതാകുന്നതിന് വേണ്ടി, ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടി ശബ്ദമായി ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.